പ്രഭാഷണം നിർവഹിക്കാനിരിക്കുന്ന ശ്രീമദ് സ്വാമി ആത്മദാസ്യാമി കേരളം സ്ഥലത്തെത്തിയിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ഗൗരവത്തോടെ മഹത്തായ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുക. ಇನ್ನು ಪ್ರಾಸ್ತಾವಿಕ ಪ್ರಭಾಷಣ ಉಮರ್ KS ನಮ್ಮ ಮಹಿಳಾ ಸಮಿತಿಯ ಸಂಚಾಲಕರು ಇವರಿಂದ ಒಂದೆರಡು ಮಾತುಗಳಲ್ಲಿ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳಲ್ಲಿ ಓರ್ವರಾಗಿರುವಂತಹ ಅಬ್ದುಲ್ ರಹಮಾನ್ ಸಂಕೇಶ್ ಅವರು ಆಗಮಿಸಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹಳ ಗೌರವದಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಅಬ್ದುಲ್ ರಹಮಾನ್ ಸಂಕೇಶ್, ಐ ಹಾರ್ಟ್ಲಿ ವೆಲ್ಕಮ್ ಟು ದಿ ಸ್ಟೇಜ್. ದ ನೆಕ್ಸ್ಟ್ ಪ್ರೋಗ್ರಾಮ್ ಉಮರ್ KS ಇವರಿಂದ ಒಂದೆರಡು ಪ್ರಾಸ್ತಾವಿಕ ನುಡಿಗಳು. പക്ഷേ ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ മനസ്സിലാക്കുമ്പോൾ മതങ്ങളൊക്കെ അവരുടെ നേതാക്കന്മാരുടെ, അവരുടെ സ്ഥാപകരുടെ ജയന്തിയും സമാധിയും ഒക്കെ ആചരിക്കുന്നതാണ് ഏറ്റവും മനുഷ്യ മനസ്സിന് നല്ലത്, അല്ലെങ്കിൽ അവരുടെ സംസ്കരണത്തിന് നല്ലത്. അവരുമായി ബന്ധപ്പെട്ട മതങ്ങളിലെ ആചാര്യന്മാരുടെ, അവരുടെ ഋഷിമാരുടെ, ഗുരുക്കന്മാരുടെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം കഴിഞ്ഞാൽ അടുത്ത സ്മരണ എപ്പോഴും നടത്തുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എല്ലാവർക്കും രാവിലെ ബാങ്ക് തുടങ്ങുമ്പോൾ നമുക്കറിയാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറയുന്നത്. കാരണം ദൈവത്തെയും ആ ദൈവത്തിന്റെ ആ സന്ദേശം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിമിത്തമായ ഒരു ദേഹ സംവിധാനത്തിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരാരും തന്നെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയിൽ നിന്നും മാത്രമല്ല തുടങ്ങുന്നത്. അത് പ്രത്യേകിച്ചും മുഹമ്മദ് മുസ്തഫയെ കുറിച്ച് പറയുമ്പോൾ അവരെന്നും അവരുടെ ആമിനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിന് മുമ്പ്, എത്രയോ നൂറ്റാണ്ട് മുമ്പേ, അല്ലെങ്കിൽ എത്രയോ കാലയുഗങ്ങൾക്ക് മുമ്പേ ആദിമ നൂറായി, ആദിമ പ്രകാശമായി, ആദിമ ചൈതന്യമായി ഉണ്ടായിരുന്നു എന്നാണ് സൂഫികളുടെ ഒക്കെ വാദം. തസവൂഫിന്റെ വഴികളിൽ പങ്കെടുത്താൽ അവർ പറയുന്നത് മുഹമ്മദ് ഒരു വ്യക്തിയായി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ആദിമ നൂറ്, ആ പ്രകാശം, അതിന്റെ ഒളി, അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സർവ്വസൃഷ്ടികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു ഇസ്ലാമിന്റെ അനുയായിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഭക്തി, അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ചരിത്രത്തിൽ എവിടെയോ ഉണ്ടായ ഒരു വ്യക്തിയായി അധപ്പതിപ്പിക്കുമ്പോഴാണ്, ചരിത്ര പുരുഷനായി മാത്രം കാണുമ്പോഴാണ് ദൈവിക ഇടപെടലുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഈ വിശ്വാസം തന്നെയാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും താരതമ്യം ചെയ്തിട്ടാണ് സംസാരിക്കുക. ഇന്ന് നബിദിനമായതുകൊണ്ടും എന്നെ ശ്രവിക്കുന്നവരിൽ അധികവും നബിയുടെ അനുയായികളായതുകൊണ്ടും അതിന്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പറയുന്നേ ഉള്ളൂ. അതാത് വേദികളിൽ വരുമ്പോൾ ചർച്ചിൽ പോകാറുണ്ട്. ആ സമയത്ത് അവിടെ ഖുർആനും ഭഗവത്ഗീതയൊന്നും പറയാറില്ല. 100% ബൈബിളിൽ നിന്ന് പറയും. കാരണം 100% ബൈബിളിൽ നിന്ന് മാത്രം മണിക്കൂറുകളോളം സംസാരിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അറിവ് ദൈവം തലച്ചോറിൽ തരുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ അമ്പലത്തിലെ പ്രഭാഷണത്തിൽ 100% ഏത് ടെക്സ്റ്റാണോ, രാമായണം പറയണ്ടെങ്കിൽ രാമായണം മാത്രം പറയാം. അല്ലാണ്ട് നമുക്കറിയുന്നൊരു വിഷയം മാത്രം ഏത് വേദിയിലും പറയുന്ന ചില ആളുകളുണ്ട്. അതും അവരെ മോശമാക്കി പറയല്ല, അല്ലെങ്കിൽ അവരുടേതല്ല. ചിലവർക്ക് അങ്ങനെയാണ്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ എവിടെ പോയാലും എനിക്ക് എന്റെ ഹിന്ദുവിന്റെ മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു ചില രീതിയിൽ. പക്ഷെ ഭാഗ്യം കൊണ്ട് ചെറുപ്പം മുതലേ എല്ലാ മതങ്ങളെയും പഠിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ്. അത് കാണാനും അറിയാനും അടുത്തിടപെടാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ എപ്പോഴും സന്തോഷിക്കും. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു വിലക്കുണ്ടായിരുന്നില്ല. ആകെ എന്നോട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളത്, നല്ല കുട്ടിയായി എവിടെ പോയാലും അത് നല്ലോണം പഠിക്കണം, നല്ലോണം മനസ്സിലാക്കണം, അതിൻ്റെ നന്മകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ആ നന്മകൾക്കനുസരിച്ച് നമുക്കും ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകണം. ഈ ഒരു ഉപദേശം കേട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ നബിയെ കുറിച്ചും
ഇസ്ലാമിന്റെ പരിവേഷത്തെക്കുറിച്ചും ഖുർആനിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയേണ്ടി വരും. കാരണം ഇന്ന് ഇസ്ലാമിന്റെ ഈ ഭൂമിയിൽ ആ ഒരു ത്വരീഖ് അല്ലെങ്കിൽ ആ ഒരു വഴി സംവിധാനം, മുഹമ്മദീയ സംവിധാനം തുറന്നു കൊടുത്ത മഹത് വ്യക്തിയുടെ ജയന്തി സ്മരണകളാണ് ഇന്ന് നമ്മൾ അഴവറക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. എന്നാൽ മറ്റു മതങ്ങളിലും അതിന്റെ സമാനതകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള നൂറായിരുന്നു, എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കിയത് പോലും ഈ നൂറിൽ നിന്നാണെന്നൊക്കെയാണ് ചില വിശ്വാസങ്ങളിൽ, സൂഫി വിശ്വാസങ്ങളിൽ നമ്മൾ കാണുന്നത്. എല്ലാം അവനിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത്, എല്ലാം അവൻ സാക്ഷിയായിരുന്നു, എല്ലാ സൃഷ്ടികൾക്കും അവൻ സാക്ഷിയായിരുന്നു, എല്ലാ ഒളികൾക്കും മുമ്പുള്ള ഒളികളായിരുന്നു, എല്ലാ മലക്കുകളെയും ഉണ്ടാക്കുന്നതിന് മുമ്പും അവനുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അർത്ഥത്തിന്റെ മഹത്വത്തിൽ നിന്ന് വേണം അവനവന്റെ പ്രവാചകന്മാരെ അതാത് മതത്തിലെ ഭക്തന്മാർ കാണാൻ. യേശുവിനെ കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട്. യേശുവിനെ കുറിച്ചുള്ള നിക്യ സുനഹദോസിൽ കൂടിയ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അങ്ങനെയാ പറയുന്നത്.